കേരളത്തിന്റെ പൊതുഖജനാവ് എന്നാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സ്വന്തം ATM അല്ല. പക്ഷേ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. ഒരു മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ പാർട്ടി ഓഫീസിൽ നിന്ന് വരുന്ന ലിസ്റ്റ് അനുസരിച്ച് നിയമിക്കപ്പെടുന്ന പേഴ്സണൽ സ്റ്റാഫുകൾക്ക് കേവലം 2 വർഷത്തെ സേവനം കൊണ്ട് ആജീവനാന്ത പെൻഷൻ നൽകുന്ന കേരളത്തിന്റെ വിചിത്രമായ പെൻഷൻ ലോട്ടറിക്ക് ഒടുവിൽ പൂട്ടുവീഴുകയാണ്. മിനിമം സർവീസ് കാലാവധി 2 വർഷത്തിൽ നിന്നും 4 വർഷമായി ഉയർത്തിക്കൊണ്ടുള്ള VD സർക്കാർ തീരുമാനം കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ അധ്യായത്തിന്റെ അന്ത്യമാണ്. ഇത് വെറുമൊരു ഭരണപരമായ തീരുമാനമല്ല, വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു സാമ്പത്തിക ചൂഷണത്തിന്റെ കഴുത്തറക്കുന്ന നടപടിയാണ്. എന്തായിരുന്നു ഈ 2 വർഷത്തെ തട്ടിപ്പ്? ഭരണത്തിന്റെ ആദ്യ 2 വർഷം ഒരു കൂട്ടരെ നിയമിക്കുന്നു. പെൻഷന് അർഹതയാകുമ്പോൾ അവരെ മാറ്റി അടുത്ത 2 വർഷത്തേക്ക് പുതിയൊരു ബാച്ചിനെ കൊണ്ടുവരുന്നു. ഈ അലിഖിത നിയമത്തിലൂടെ ഒരു മന്ത്രിസഭയുടെ 5 വർഷത്തെ കാലാവധിക്കുള്ളിൽ 50ഓളം പേർക്ക് ആജീവനാന്ത പെൻഷൻ ഉറപ്പാക്കുന്ന നാടിനെ കൊള്ളയടിക്കുന്ന ഒരു രീതിയായിരുന്നു അത്. ഇതിന്റെ ഭീകരത മനസ്സിലാക്കാൻ കണക്കുകൾ തന്നെ പരിശോധിക്കണം. നിലവിൽ മിനിമം പെൻഷനായി ഒരാൾക്ക് ലഭിക്കുന്നത് 4750 രൂപയാണ്. രാഷ്ട്രീയമായി നിയമിക്കപ്പെടുന്ന 400ഓളം പേർ ഇത്തരത്തിൽ ഖജനാവിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുകയാണ്. യാതൊരു യോഗ്യതയുമില്ലാതെ രാഷ്ട്രീയ അണികളെ തിരികെ കയറ്റി ഖജനാവ് മുടിക്കുന്ന ഈ സമ്പ്രദായം 1994-ൽ K. കരുണാകരൻ സർക്കാരാണ് ആരംഭിച്ചത്. അതിന് 1982 മുതൽ മുൻകാല പ്രാബല്യം കൂടി നൽകി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി നമ്മുടെ സംസ്ഥാനത്തെ താരതമ്യം ചെയ്തു നോക്കാം. അപ്പോഴാണ് കേരളത്തിലെ ഈ രാഷ്ട്രീയ അതിപ്രസരത്തിന്റെ വ്യാപ്തി ബോധ്യപ്പെടുക. രാജ്യതലസ്ഥാനത്ത് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർക്ക് പോലും പരമാവധി 15 പേരെ മാത്രമേ പേഴ്സണൽ സ്റ്റാഫായി നിയമിക്കാൻ അനുവാദമുള്ളൂ. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരു മന്ത്രിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കാൻ കഴിയുന്നത് വെറും ഒരാളെ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം സർക്കാർ സർവീസിലുള്ള സ്ഥിരം ഉദ്യോഗസ്ഥരായിരിക്കുകയും വേണം. കർണാടകയിൽ ഈ എണ്ണം 14 എന്നാൽ കേരളത്തിൽ ഒരു മന്ത്രിക്ക് 25 വരെ സ്റ്റാഫാകാം. അതിൽ 17 പേരെയും യാതൊരു യോഗ്യതയുമില്ലാതെ തിരികെ കയറ്റാൻ നിയമം അനുവദിക്കുന്നുമുണ്ട്. ഈ ആഡംബരം അനുവദിച്ച് നൽകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഈ ദുരവസ്ഥയ്ക്ക് അറുതി വരുത്താൻ ഒരേയൊരു മാർഗമേയുള്ളൂ: പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളിൽ സർക്കാർ സർവീസിലുള്ള സ്ഥിരം ഉദ്യോഗസ്ഥരെ നിർബന്ധമാക്കുക. അങ്ങനെ ചെയ്താൽ പേഴ്സണൽ സ്റ്റാഫിന്റെ ശമ്പളവും വിരമിച്ച ശേഷമുള്ള പെൻഷനും എന്ന ഇരട്ട ചെലവ് പൂർണ്ണമായും ഒഴിവാക്കാം. ഇപ്പോൾ തന്നെ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരളത്തിന് ഈ തീരുമാനത്തിലൂടെ മാത്രം കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യതയാണ് കുറയ്ക്കാൻ കഴിയുക. സുപ്രീം കോടതിയും CAGയും മുൻ ശമ്പള പരിഷ്കരണ കമ്മീഷനും ആവർത്തിച്ച് വിമർശിച്ചിട്ടും പാർട്ടി അണികളെ പിണക്കാൻ പേടിച്ച് എല്ലാ സർക്കാരുകളും പൂഴ്ത്തിവെച്ച സത്യമാണിത്. എന്നാൽ വർഷങ്ങളായി തുടർന്നു പോകുന്ന ഈ ലോട്ടറി സംവിധാനം അവസാനിപ്പിക്കാനുള്ള ഈ തീരുമാനം ഒരു തുടക്കം മാത്രമാണ്. രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കപ്പുറം നാടിൻ്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയെന്ന സൂചനയാണ് പുതിയ സർക്കാരിൻ്റെ ഈ നീക്കത്തിലൂടെ കാണുന്നത്. ഖജനാവ് എന്നത് രാഷ്ട്രീയ അണികൾക്ക് ബമ്പർ അടിക്കാൻ വെച്ചിരിക്കുന്ന ലോട്ടറി ടിക്കറ്റ് അല്ല എന്ന് അധികാരികൾ ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ.